നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടിയിൽ കലയുടെ നൂപുരധൂനികൾ ഉണർന്നു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നിർവഹിച്ചു. CCTV കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും DEO നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കുന്നംകുളത്ത് സ്ഥാനാർത്ഥികൾ ആദ്യം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങി BJP. ഒരു സിറ്റിംഗ് വാർഡ് ഉൾപ്പെടെ 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. കുന്നംകുളം നഗരസഭയിൽ 650 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കാമ്പില്ലാത്ത അവകാശവാദമെന്ന് ഭരണസമിതിയുടേതെന്ന് പ്രതിപക്ഷം. പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2025 തത്സമയ സംവാദത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. ആദ്യം കലോത്സവ വിശേഷം. എരുമപ്പെട്ടിയിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം AEO A മൊയ്തീൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടിനെ ഉപഹാരം നൽകി ആദരിച്ചു. വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ VC ബിനോജ്, സംഘാടക സമിതി കൺവീനർ ഷീബ ജോസ്, പ്രധാന അധ്യാപകരായ ബീന C ജേക്കബ്, KA സുജിനി, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് സിനി ഷാജു, റിസപ്ഷൻ കൺവീനർ ടോം മാർട്ടിൻ, പബ്ലിസിറ്റി കൺവീനർ ജിസൺ കാക്കശ്ശേരി, അധ്യാപക സംഘടനാ പ്രതിനിധികളായ സ്വാതി മനോഹർ, സൈജു കൊളങ്ങാടൻ, ഷൈനി ചെറുവത്തൂർ, PL ഗോപാലകൃഷ്ണൻ, CJ ജിജു, PK ലൈനു, MA ജാബിർ, നീൽ ടോം, VK വിപിൻ ദാസ്, C അബ്ദുൾ മുനീർ എന്നിവർ പങ്കെടുത്തു. നവംബർ 11 മുതൽ 14 വരെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലൊരുക്കിയ വേദികളിലാണ് കലോത്സവം നടക്കുക. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ചൊവ്വാഴ്ച നടന്നു. 8 പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ 15 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 309 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 89 സ്കൂളുകളിൽ നിന്നായി 7000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. ദിവസവും 5000 പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം CCTV പ്രാദേശികം ചാനലിലും YouTube ചാനലിലും ഉണ്ടായിരിക്കും. അവസാന സമയമല്ല നമ്മുടെ ഉപജില്ലാ കലോത്സവം. അപ്പം ഇനിയുമുള്ള പല അവസരങ്ങളും അവർക്ക് ഉപയോഗിക്കാം, അവർക്ക് തെളിയിക്കാം അവരുടെ കഴിവുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഈ കലാമേള നടത്തേണ്ടത്. എല്ലാവരും വളരെ നന്നായി ഇതിൽ പങ്കെടുക്കുക. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കലാമേള മുന്നോട്ട് പോകണം. അതിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കലോത്സവ നഗരിയിൽ ഒരുക്കിയ CCTV സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നിർവഹിച്ചു. കുടുംബ പ്രേക്ഷകർക്ക് കൂടി കലോത്സവം കാണാനാകുന്ന രീതിയിൽ CCTV നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയമെന്ന് ഉദ്ഘാടക പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനമാണ് ഇതെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീനും വ്യക്തമാക്കി. CCTV ന്യൂസ് ഡയറക്ടർ KC ജോസ്, ന്യൂസ് വിഭാഗം ഡയറക്ടർ KC ജോസ് സ്വാഗതവും ചാനൽ ലൈവ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ VK പ്രമോദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പലും കലോത്സവം ജനറൽ കൺവീനറുമായ ഷീബ ജോസ്, കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, CCTV ഡയറക്ടർ ബാബു പോൾട്ടി, മാനേജർ സിൻഡോ ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ് തുടങ്ങിയ സംഘാടക സമിതി അംഗങ്ങളും അധ്യാപകരും പങ്കെടുത്തു. ഉപജില്ലാ കലോത്സവങ്ങളും ജില്ലാ കലോത്സവങ്ങളും ഈ പ്രദേശത്ത് വരുന്ന ജില്ലാ കലോത്സവങ്ങളും ഞങ്ങളുടേതായ 1 ലക്ഷം വീടുകളിലേക്കും ഓൺലൈനായിട്ടും എത്തിക്കുന്ന ഒരു പണിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാവക്കാട് ഉപജില്ലാ കലോത്സവം പൂർണ്ണമായിട്ടും ഞങ്ങൾ തുടക്കം മുതൽ അവസാന സമയം വരെ ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ഇനി കുന്നംകുളം ഉപജില്ലാ കലോത്സവം ഇതുപോലെ തന്നെ എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാവുന്ന തരത്തിലും അതുമാതിരി ലോകത്ത് എവിടെ ഇരുന്നാലും ഓൺലൈനിൽ കാണാവുന്ന തരത്തിലും ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ വന്നുകൊണ്ട് കാണാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അവർക്ക് അവരുടെ സമയം നഷ്ടപ്പെടാതെയും എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ വീണ്ടും കാണാനുമുള്ള ഒരു അവസരം കിട്ടുന്നു. അത് വളരെ മികച്ച ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത്.
എല്ലാ അസുഖബാധിതരായാലും എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് കാണാനുള്ള ഈ ഒരു അവസരം ഉണ്ടാക്കിയതിൽ ഏറ്റവും അധികം ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കും. CCTV എന്നും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ഏകദേശം 20 വർഷത്തോളമായി ഇത്തരത്തിലുള്ള പരിപാടികൾ ജനങ്ങളിലേക്ക് അതിന്റെ മൂല്യം ഒട്ടും ചോർന്നു പോകാതെ തന്നെ വീടുകളിലേക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ കലയുടെ കൃത്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ CCTV ചെയ്യുന്ന ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജില്ലാ കലോത്സവവും അതേപോലെ തന്നെ അതിന് മുമ്പത്തെ വർഷം സംസ്ഥാന കായികമേളയും കുന്നംകുളത്ത് വെച്ച് നടന്നപ്പോഴൊക്കെ തന്നെ കൃത്യമായി അതിന്റെ എല്ലാ തലങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചത് CCTV തന്നെയാണ്. പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ നന്ദി പറയണേ. പ്രത്യേകിച്ച് ഉദ്ഘാടകനായ DD, അതുപോലെ AO, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഇത് എല്ലാ തരണ സഹകരണങ്ങളും ഇത് കഴിയുന്നവരെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നന്ദി പറയണം. കലോത്സവ വേദിയാകെ തുടിതാളവും തുളു ഭാഷയിലെ വരികളും നിറഞ്ഞു കേട്ടപ്പോൾ സദസ്സിൽ പലരുടെയും മുഖത്ത് കൗതുകം വിടർന്നു. കഴിഞ്ഞ വർഷം മുതൽ സ്കൂൾ കലോത്സവത്തിൽ ഇടം പിടിച്ച മംഗലം കളി സ്റ്റേജിൽ ഇറങ്ങിയേറിയപ്പോൾ പങ്കെടുത്ത ടീമുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ പെങ്ങാമുഖ ഹൈസ്കൂൾ 1ാം സ്ഥാനം നേടി. മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള സംഗീത നൃത്തരൂപമായ മംഗലം കളി തന്മയത്തോടും മെയ്വഴക്കത്തോടും കൂടിയാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത്. പാളത്തൊപ്പിയും പരമ്പരാഗത വേഷവും അണിഞ്ഞ അവർ അരങ്ങു തകർത്തു. തുടിയുടെ താളത്തിനൊത്ത് കുട്ടികൾ ഓരോരുത്തരും മനോഹരമായി ചുവടുവെച്ചു. മംഗലം കളിയിൽ 7 തുടികളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. സമുദായത്തിലെ വിവാഹ ചടങ്ങിന് തലേന്ന് സ്ത്രീകളെല്ലാവരും ചേർന്ന് ആടിപ്പാടിയാണ് മംഗലം കളി കളിക്കുന്നത്. ആടിപ്പാടി ആവേശം കൂടി അവസാനത്തിലെത്തുമ്പോഴേക്കും സ്വന്തം ദേഹത്ത് അടിച്ചടിച്ചാണ് കളി പുരോഗമിക്കുക. അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളുടെ പ്രതിഷേധമായും ഇതിനെ കാണുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മംഗലം കളി ഇപ്പോഴുമുണ്ട്. ഇതിന്റെ പാട്ടുകളും കളികളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പരമാവധി ശ്രമിച്ചാൽ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കൊട്ടുകൾ അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് മംഗലം കളിയുടെ കാര്യത്തിലുള്ളത്. കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ ഗോത്രകലകളായ മലപ്പുലയാട്ടം, പളിയനൃത്തം, പണിയനൃത്തം, ഇരുളനൃത്തം എന്നീ ഗോത്രകലകളും കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട്. കലോത്സവ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ഇപ്പോൾ ജനുവരി 2025 വാർത്തകളിലേക്ക്. കുന്നംകുളത്തെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയ BJP. ഒരു സിറ്റിംഗ് വാർഡ് ഉൾപ്പെടെ 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മുൻ കൗൺസിലർ ആവേൻ ശ്രീജിത്തിനെ ഒഴിച്ചു നിർത്തിയാൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിലേറെയും പുതുമുഖങ്ങളാണ്. ചെറിയ വോട്ടിന് 2ാം സ്ഥാനത്തേക്ക് പോയ 5 സീറ്റുകളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം നടത്താൻ നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിലൂടെ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വാർഡ് 2 ചെറുവത്താനി രമ്യ ഷാജി, വാർഡ് 4 കിഴൂർ നോർത്ത് മഹേഷ് തിരുത്തിക്കാട്, വാർഡ് 5 കിഴൂർ സെന്റർ അജിതൻ, വാർഡ് 18 കാണിപ്പയ്യൂർ സൗത്ത് ജിനീഷ സജീഷ്, വാർഡ് 23 തെക്കേപ്പുറം ശ്രീജിത്ത് ആവേൻ, വാർഡ് 26 ചീരംകുളം VK അനൂപ്, വാർഡ് 27 പോർക്കളങ്ങാട് സോമി രാമകൃഷ്ണൻ, വാർഡ് 29 ചെമ്മണ്ണൂർ നോർത്ത് ഷിമ രഞ്ജിത്ത് ലാൽ, വാർഡ് 31 ആർത്താറ്റ് സൗത്ത് ശരണ്യ സിബി, വാർഡ് 38 അഞ്ഞൂർപാലം KD ദിനേശ് എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി ഇന്ന് പ്രഖ്യാപിച്ചത്. ഇതിൽ മഹേഷ് തിരുത്തിക്കാട് BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ലിവ ടവറിൽ നടന്ന യോഗത്തിൽ
നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് പട്ടിക പ്രഖ്യാപിച്ചത്. കേന്ദ്രങ്ങളിൽ ഉണ്ടാകണം എന്നതുകൊണ്ട് കൃത്യമായിട്ട് അതിന് 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കാൻ പറ്റുന്നവർ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ആദ്യഘട്ടമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി വരുന്ന ഒരു പരിപാടി 15-ാം തീയതി, നവംബർ 15-ാം തീയതി ഈ കുന്നംകുളത്ത് വെച്ച് തന്നെ ഉണ്ടാകും. അതിലെ 2ാം ഘട്ട പ്രഖ്യാപനവും ഉണ്ടാകും. BJP നോർത്ത് ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, KV വിഗീഷ്, ഗിരീഷ് മാസ്റ്റർ, KK മുരളി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിൽ 650 കോടി രൂപയുടെ വികസന പ്രവർത്തികൾ നടപ്പിലാക്കിയതായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കാമ്പില്ലാത്ത അവകാശവാദങ്ങളാണ് ഭരണസമിതിയുടേതെന്ന് പ്രതിപക്ഷം. പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനകീയം 2025 തത്സമയ സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു നേതാക്കൾ. 10 വർഷക്കാലം നഗരസഭയുടെ എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കാൻ കഴിഞ്ഞതായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിയും MLAയുമായിരുന്ന AC മൊയ്തീന്റെ സഹായ സഹകരണം നഗരവികസനത്തിന് വേഗത കൂട്ടിയതായി അവർ സൂചിപ്പിച്ചു. നഗരത്തിൽ കുടിവെള്ളം, റോഡുകൾ എന്നിവയുടെ യാതൊരു പുരോഗതിയും ചൂണ്ടിക്കാണിക്കാനില്ലെന്ന് BJP നേതാവ് KK മുരളി പറഞ്ഞു. ആധുനിക റോഡില്ല, മന്ത്രിയും MLAയും കൊണ്ടുവന്ന പദ്ധതികളാണ് നഗരസഭാ പദ്ധതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നടക്കാത്ത പദ്ധതികളെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുകയാണ് ചെയർപേഴ്സൺ എന്നും മന്ത്രിയും MLAയും നടപ്പാക്കിയ പദ്ധതികളാണ് നഗരസഭയുടെ വികസനം എന്ന പേരിൽ പ്രഖ്യാപനം നടത്തുന്നതെന്നും മുരളി കുറ്റപ്പെടുത്തി. തെറ്റിദ്ധരിപ്പിക്കുന്ന വികസന കണക്കുകളാണ് ചെയർപേഴ്സൺ പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ബിജു സി ബേബി പറഞ്ഞു. തുറക്കുളം മാർക്കറ്റ്, ആധുനിക അറവുശാല എന്നിവയുടെ നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് കുറ്റപ്പെടുത്തി. റോഡ് വികസനം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയെന്ന് RMPI നേതാവ് ബീന രവി പറഞ്ഞു. RMP UDF സഖ്യം തീരുമാനിച്ചിട്ടില്ലെന്ന് ബീന രവി വ്യക്തമാക്കി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അജ്മൽ സംസാരിച്ചു. മുൻ പ്രസിഡന്റും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ CF ബെന്നി മോഡറേറ്ററായി. ചുരമിറങ്ങിയെത്തിയ പണിയ നൃത്തത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് കലോത്സവ വേദി. അധികമാരും കണ്ടിട്ടില്ലാത്ത പണിയ നൃത്തം സദസ്സിലുള്ളവർ കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. തുടികൊട്ടിപ്പാട്ടും കുന്നിക്കുരുകൊണ്ടുള്ള കമ്മലും കഴുത്തിലണിഞ്ഞ കാശിമാലയും ഒറ്റച്ചേലയും പരമ്പരാഗത കലാരൂപത്തെ കലോത്സവ വേദിയിൽ വേറിട്ടതാക്കി. വയനാട്ടിലെ ഗോത്രവർഗക്കാരുടെ തനത് കലാരൂപമായ പണിയനൃത്തം വട്ടക്കളി, കമ്പളക്കളി എന്ന പേരിലും അറിയപ്പെടുന്നു. അവതരിപ്പിക്കാനെത്തിയ കുട്ടികളും കളിയുടെ തനിമ ഒട്ടും ചോരാതെ അവതരിപ്പിച്ചു. ഞാറു പറിക്കുമ്പോഴും നടുമ്പോഴും പുരുഷന്മാർ കൊട്ടുന്ന തുടിയുടെ താളത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കലാരൂപം. വീടുകളിലും വയലുകളിലും കളിക്കുന്നതുകൊണ്ടുതന്നെ പ്രത്യേകിച്ച് വേഷമില്ല. എങ്കിലും വേദികളിൽ അവതരിപ്പിക്കുന്ന അവസരത്തിൽ പരമ്പരാഗത വേഷവും ആഭരണങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പണിയ സമുദായത്തിന്റെ തനത് വായ്മൊഴിയിലാണ് പാട്ട്. ഹൈസ്കൂൾ വിഭാഗം പണിയ നൃത്തത്തിൽ കുന്നംകുളം സെന്റ് ജോൺസ് ബദനി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നിറഞ്ഞ കാലത്തിന് വിരാമം കുറിച്ച് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ കുന്നംകുളം നഗരസഭയുടെ അവസാന കൗൺസിൽ യോഗം. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ മാറ്റിവെച്ച് വ്യക്തിപരമായ സൗഹൃദത്തിലൂന്നിയായിരുന്നു അവസാനത്തെ കൗൺസിൽ യോഗം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നെങ്കിലും ഔദ്യോഗികമായ യാതൊരു തീരുമാനങ്ങളും ഇല്ലാത്ത വിധം ചേർന്ന കൗൺസിൽ യോഗമാണ് അംഗങ്ങൾ പരസ്പരം സ്നേഹാശംസകൾ നൽകി പിരിഞ്ഞത്. വാർഷിക പദ്ധതി അവലോകനവും നഗരസഭയുടെ 2024-25 വർഷത്തെ ധനകാര്യ പത്രികയുമാണ് അജണ്ടകളായി കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. ഓഡിറ്റ് വിഭാഗം അംഗീകരിച്ച വാർഷിക കണക്കാണ് അക്കൗണ്ടന്റ് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ വരുമാനവും ചിലവും നീക്കിയിരിപ്പും നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഓഡിറ്റ് വിഭാഗം അവതരിപ്പിച്ചു. 47,81,50,000
1553 കോടി രൂപ വരവും 46,25,56,724 കോടി രൂപ ചെലവും 1,55,44,829 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ നഗരസഭാ ധനകാര്യ പത്രികയാണ് കൗൺസിൽ യോഗത്തിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. പിന്നീട് ചെയർപേഴ്സന്റെ അഭ്യർത്ഥന പ്രകാരം എല്ലാ അംഗങ്ങളും വിടവാങ്ങൽ പ്രസംഗം നടത്തി. 5 വർഷം കൊണ്ടും കൊടുത്തും കൗൺസിൽ യോഗത്തെ ശബ്ദായനമാക്കി മാറ്റിയ അംഗങ്ങൾ വികാരനിർഭരമായ അന്തരീക്ഷത്തിലാണ് നടപ്പുകാലത്തെ കൗൺസിലിനോട് ഔദ്യോഗികമായി വിട പറഞ്ഞത്. എം കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാരം അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി. തൃശൂരിൽ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാരദാന സമ്മേളനത്തിൽ തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഫലകവും 12,000 രൂപയും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചു. ഗ്രന്ഥശാല സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസ് സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ പി എൻ ഗണേഷ് പരിചയപ്പെടുത്തൽ നിർവഹിച്ചു. അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ സംഘടിപ്പിച്ച നമ്മളോത്സവം 2025 റിയാദിലെ അൽയാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിൽ അരങ്ങേറി. കലാകായിക പരിപാടികളും സാംസ്കാരിക സമ്മേളനവും അടക്കം വിപുലമായിട്ടാണ് പരിപാടി ആഘോഷിച്ചത്. ഔട്ട്ഡോർ മത്സരങ്ങളോടെ ആരംഭിച്ച പരിപാടി രാത്രി 12 വരെ നീണ്ടുനിന്നു. വടംവലി, സ്പൂൺ റേസ്, പെനാൽറ്റി, ഷൂട്ടൌട്ട് തുടങ്ങി നിരവധി മത്സരങ്ങൾ ഉണ്ടായിരുന്നു. നസീബ് കലാഭവൻ അവതരിപ്പിച്ച മാജിക്കൽ ഫിഗർ ഷോ, അക്ബർ ചാവക്കാടിന്റെ സാക്സോഫോൺ പ്രകടനം, കുഞ്ഞുമുഹമ്മദ് നയിച്ച മ്യൂസിക്കൽ നൈറ്റ് എന്നിവയുമുണ്ടായി. കുട്ടികളുടെ ഫാഷൻ ഷോ, ഒപ്പന, നൃത്യങ്ങൾ തുടങ്ങിയവ പരിപാടിയുടെ മാറ്റുകൂട്ടി. സാംസ്കാരിക സമ്മേളനം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരിഫ് വൈശ്യമീട്ടിൽ ആമുഖപ്രസംഗം നിർവഹിച്ചു. സയ്യിദ് ജാഫർ അധ്യക്ഷനായിരുന്നു. ഷിഹാബ് കൊട്ടുകാട്, പുഷ്പരാജ്, റിയാദ് മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ, റഹ്മാൻ മുനമ്പത്ത്, അബ്ദുൽ ഖാദർ, ഷാഹിദ് അറക്കൽ, സിറാജുദ്ദീൻ ഓവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫെർമിസ് മടത്തൊടിയിൽ സ്വാഗതവും മനാഫ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു. പ്രൊഫഷണൽ, ഡിഗ്രി, 10, +2 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്ററിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ഡോക്യുമെന്ററി അൻവർ ഖാലിദ്, അൻസാഫ് അബ്ദുൽ വഹാബ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. ചിത്രകാരൻ, അവതാരകൻ, ഗായകൻ എന്നീ നിലകളിൽ കലാരംഗത്ത് മികച്ച സംഭാവന നൽകിയതിന് ഷാജഹാൻ ചാവക്കാടിൽ നിന്നും നിസാർ ഗുരുക്കൾ സ്നേഹോപഹാരം ഏറ്റുവാങ്ങി. കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി. നോർക്ക കെയർ സിഇഒ, സ്പെഷ്യൽ സെക്രട്ടറി എന്നിവർക്ക് ഇമെയിൽ അയച്ച് മറ്റു സംഘടനാംഗങ്ങൾ നേതൃത്വം നൽകി. കുന്നംകുളം പ്രസ് ക്ലബ് മുൻ ട്രഷററും മാതൃഭൂമി കുന്നംകുളം ലേഖകനുമായ KR ബാബുവിനെ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയപ്പ് നൽകി. കുന്നംകുളത്ത് നിന്ന് തൃശൂർ ബ്യൂറോ ഓഫീസിലേക്ക് സ്ഥലം മാറി പോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രയപ്പ് യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷനായി. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ PS ടോണി, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗങ്ങളായ ജോസ് മാളിയക്കൽ, സുധീഷ് മേക്കാട്ടിൽ, മുൻ പ്രസിഡന്റുമാരായ CF ബെന്നി, C ഗിരീഷ് കുമാർ, MB ജുബാൽ, ഡെന്നി പുലിക്കോട്ടിൽ, മറ്റംഗങ്ങളായ രവീന്ദ്രനാഥ് കൂനത്ത്, VR മുകേഷ്, C സജിത്ത്, KK നിഖിൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷമായി മാതൃഭൂമിയുടെ കുന്നംകുളം ലേഖകനായി പ്രവർത്തിച്ച KR ബാബു നഗരത്തിന്റെ വികസനാത്മകമായ നിരവധി വാർത്തകളാണ് നൽകിയതെന്നും സാംസ്കാരിക രാഷ്ട്രീയ വാർത്തകളിലും സത്യസന്ധത പുലർത്തുവാൻ ബാബുവിന് കഴിഞ്ഞെന്നും ആശംസകൾ അറിയിച്ച് സംസാരിച്ച അംഗങ്ങൾ പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ഉപഹാരം പ്രസിഡന്റ് ജിജോ തരകൻ ബാബുവിന് സമ്മാനിച്ചു. ബാബു മറുപടി പ്രസംഗവും നടത്തി. വീണ്ടും കലോത്സവ വാർത്തകളിലേക്ക്. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോയിലേക്ക് ഇത്തവണയും ജോൺസൺ മാസ്റ്റർ തയ്യാറാക്കിയ ചിത്രം തന്നെ തെരഞ്ഞെടുത്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകനാണ് ജോൺസൺ നമ്പഴിക്കാട്. കഴിഞ്ഞ 3 തവണയും കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന് ജോൺസൺ മാസ്റ്ററുടെ ലോഗോയാണ് പ്രദർശിപ്പിച്ചത്. ജില്ലാ കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലും ജോൺസൺ മാസ്റ്റർ തയ്യാറാക്കുന്ന ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ തലങ്ങളിലെ നിരവധി കലാകാരന്മാരിൽ നിന്ന് ക്ഷണിക്കുന്ന ലോഗോകളിൽ വെച്ച് ഏറ്റവും അനുയോജ്യമായ ലോഗോയാണ് കലോത്സവത്തിനായി തെരഞ്ഞെടുക്കുക. കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ K രാധ മികച്ച ലോഗോ തയ്യാറാക്കിയ ജോൺസൺ നമ്പഴിക്കാടിനെ ഉപഹാരം നൽകി ആദരിച്ചു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന് വേണ്ടി ഞാൻ 4-5 തവണ ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ലോഗോ ആണ് അതിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിന് 2 തവണ എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ ശാസ്ത്രോത്സവത്തിനും എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഈ വർഷം ഞാൻ ചിത്രകലാ അധ്യാപക രംഗത്ത് നിന്ന് വിരമിക്കുകയാണ്. 31 വർഷമായി സ്കൂളിലെ സർവീസ് ചെയ്തിട്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഉപജില്ലാ കലോത്സവത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി NSS വളണ്ടിയർമാർ മാതൃകയാകുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ NSS വിദ്യാർത്ഥികളാണ് കലോത്സവത്തിലെത്തുന്നവർക്ക് വിഭവങ്ങൾ വിൽപ്പന നടത്തുന്നത്. കലോത്സവത്തിന്റെ 4 ദിവസങ്ങളിലും ചിക്കൻ ബിരിയാണി, ഉപ്പിലിട്ട പൈനാപ്പിൾ, വെള്ളരി, ഉഴുന്നുവട, സമൂസ, സോഡ, ഐസ്ക്രീം എന്നിവ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മുഴുവൻ വൃദ്ധസദനം ഉൾപ്പെടെയുള്ളവരുടെ ജീവകാരുണ്യ പ്രവർത്തികൾക്കായാണ് ഉപയോഗിക്കുക. ആദ്യ ദിവസം തന്നെ 3000 രൂപയുടെ ലാഭം ലഭിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പ്രോഗ്രാം ഓഫീസർ KA ബിജു, സീനിയർ ലീഡർമാരായ AB അധീഷ്ണ, PR അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി സ്കൂളിൽ നടക്കണ NSSന്റെ സ്റ്റാളാണിത്. ഇവിടെ നമ്മൾ ഉപ്പിലിട്ടത്, അങ്ങനെ എണ്ണക്കടികൾ, ഐസ്ക്രീം സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കിട്ടണ വരുമാനം നമ്മൾ ചാരിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യണത്. നമ്മളിപ്പോൾ കുറേ വൃദ്ധസദനം അവിടേക്കൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് കിട്ടണ ഫണ്ട് ഞങ്ങൾ യൂസ് ചെയ്യണം. ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈജമ്പിൽ വെങ്കലം നേടിയ മറ്റം സ്വദേശി അന്തോണിക്ക് ആദരവുമായി മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷൻ. ചെന്നൈയിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ 70 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള വിഭാഗത്തിൽ ഹൈജമ്പ് ഇനത്തിൽ മത്സരിച്ച് വെങ്കല മെഡൽ നേടിയ കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ അഭിമാനമായ മറ്റം സ്വദേശി അന്തോണിക്കാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ട് മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷൻ ആദരമൊരുക്കിയത്. സ്ഥിരമായി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം നടത്തിവരുന്ന അന്തോണി പ്രായത്തെ തോൽപ്പിക്കുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്ത് ചരിത്ര നേട്ടം കൈവരിച്ചത്. ഗ്രൗണ്ട് വാക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ മൊമന്റോ നൽകി അന്തോണിയെ ആദരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണവും ഉണ്ടായി. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 29ാമത് ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനം സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ മാർച്ചിംഗ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ഫാദർ സ്റ്റീഫൻ ജോർജ് സ്കൂൾ പതാക ഉയർത്തി. സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷഫീഖ് വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ദീപശിഖ തെളിയിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, PTA പ്രസിഡന്റ് കേശവദാസ്, സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി എന്നിവർ സംസാരിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകരായ KS സുബിൻ, TV ബിനിൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ ഹൗസുകളുടെ നേതൃത്വത്തിൽ മാർച്ചിംഗ് ഔട്ട് പരേഡും മാസ് ഡ്രിൽ, പിരമിഡ്, സുംബ എക്സസൈസ് എന്നിവയും പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ ഡ്രിൽ ഡിസ്പ്ലേയും അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധയിനം കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കായികാധ്യാപകരായ PD ഷാൻഡി, സനൂപ് സാമുവൽ എന്നിവർ നേതൃത്വം നൽകി. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ ഗായക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ സിസിലി പുണ്യവതിയുടെ തിരുനാളും കുടുംബസംഗമവും നടത്തി. രാവിലെ നടന്ന പാട്ടുകുർബാനയോടുകൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. വൈകിട്ട് ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സേവ്യർ ജോസഫ് അധ്യക്ഷനായി. സെക്രട്ടറി മിദൂറോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മല ഭവൻ കോൺവെന്റ് അംഗം സിസ്റ്റർ ബിൻസി മരിയ, പ്രതിനിധി യോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ ജോബ്, കേന്ദ്ര സമിതി കൺവീനർ AJ ജോൺസൺ, സംഘടന ഏകോപന സമിതി പ്രസിഡന്റ് ജിൻഡോ വിൻസെന്റ്, ഗായക സംഘം ട്രഷറർ ടോണി ജേക്കബ്, കൈക്കാരൻ അൽഫോൺസ് മുട്ടത്ത്, ദേവാലയ ശുശ്രൂഷി ഡൊമിനിക് ലാസർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഗായക സംഘമായ ജോമിയോ ആൽബർട്ടിനെ മൊമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയ ചാലിശ്ശേരി ഗവൺമെന്റ് GLP സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആഹ്ലാദ പ്രകടനം നടത്തി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അറക്കൽ അങ്ങാടി വഴി സ്കൂളിലെത്തി സമാപിച്ചു. കുട്ടികൾ ട്രോഫികൾ കൈകളിലേന്തി ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. LP അറബിക് വിഭാഗത്തിൽ 3ാം വർഷവും 1ാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ജനറൽ വിഭാഗത്തിൽ അഗ്രിഗേറ്റ് 3ാം സ്ഥാനവും നേടി. ഉപജില്ലാ ശാസ്ത്രമേളയിലും സ്കൂൾ 2ാം സ്ഥാനം നേടിയിരുന്നു. ആഹ്ലാദ പ്രകടനത്തിന് പ്രധാന അധ്യാപകൻ E ബാലകൃഷ്ണൻ, അധ്യാപകരായ കമറുന്നീസ, സാജിദ, സന്ധ്യ, PTA വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത് എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,505 രൂപ, സ്വർണം പവന് 92,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 165 രൂപ. ചർമ്മം പുന്നിയൂർ വെട്ടിപ്പുഴയ്ക്ക് വടക്ക് ഭാഗം താമസിക്കുന്ന മുക്കണ്ടത്ത് പരേതനായ കുഞ്ഞാവു മകൻ അബ്ദുറഹ്മാൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം മന്ദലാങ്കുന്ന് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ജമീല ഭാര്യയും രജീഷ്, റജീന, റജീബ് എന്നിവർ മക്കളുമാണ്. തിരുവത്ര പുതിയറ പുന്ന റോഡിൽ പരേതനായ അയിനിപ്പുള്ളി നാരായണൻ ഭാര്യ പാറുകുട്ടി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. ഗോപിനാഥ്, കോമള, നിർമ്മല, പ്രേമ, മനോജ് കുമാർ എന്നിവർ മക്കളാണ്. കുന്നംകുളം പനക്കൽ റോഡിൽ പരേതനായ പനക്കൽ ജെയിംസ് ഭാര്യ ശാന്ത നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ആത്താന്റെ സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. സജി റോയ്, ബിജു ജെയിംസ്, രജു ജെയിംസ്, നിജി വിനു എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. എരുവപ്പെട്ടിയിൽ കലയുടെ നൂപുര ധൂനികൾ ഉണർന്നു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നിർവഹിച്ചു. CCTV കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും DEO നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കുന്നംകുളത്ത് നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികൾ ആദ്യം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങി BJP. ഒരു സിറ്റിംഗ് വാർഡ് ഉൾപ്പെടെ 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. കുന്നംകുളം നഗരസഭയിൽ 650 കോടി രൂപയുടെ വികസന പ്രവർത്തികൾ നടപ്പിലാക്കിയതായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കാമ്പില്ലാത്ത അവകാശവാദങ്ങളെന്ന് ഭരണസമിതിയുടേതെന്ന് പ്രതിപക്ഷം. പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2025 തത്സമയ സംവാദത്തിന് തുടക്കം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.